ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് കിങ്ഡം എന്ന നമ്മുടെ വിജയ് ദേവരക്കൊണ്ടയുടെ സിനിമയുടെ വിശേഷങ്ങളും കാര്യങ്ങളും റിവ്യൂമാണ്. ഈ സിനിമയിൽ സാധാരണ നമ്മൾ തമിഴ് സിനിമകൾ കണ്ടുവരുന്ന നമ്മുടെ തങ്കച്ചിപ്പാസം, അമ്മപ്പാസം, അതിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് ബ്രദർ പാസമാണ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. ഇതൊരു തെലുങ്ക് പടം ആയിരുന്നിട്ട് കൂടി പാസം കൊണ്ട് ചേർത്തിട്ടുണ്ടായിരുന്നു. പാസം പാസം പാസമായിരുന്നു ഫുള്ള്. ഇതിലാകെ പോസിറ്റീവ് എന്ന് പറയാനുണ്ടായിരുന്നെങ്കിൽ അനിരുദ്ധിൻ്റെ ഈ ട്യൂണ് മാത്രം ഉണ്ടായിരുന്നു പോസിറ്റീവ് എന്ന് പറയാനുണ്ടായിരുന്നത്. ബാക്കി പുള്ളിക്കാരൻ്റെ വർക്കും വളരെ മോശമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. സ്ഥിരം ടെംപ്ലേറ്റിലെ കുറേ കാര്യങ്ങളും കണ്ട് മടുത്ത കുറേ ആവർത്തന വിരസതയുള്ള കുറേ സീൻസ്, അതേപോലെ തന്നെ കുറേ ടെക്നിക്കൽ എറേഴ്സുള്ള വളരെ മോശം ആയിട്ടുള്ളൊരു പടമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ എന്നിരുന്നാൽ കൂടെ കുറച്ച് പോസിറ്റീവും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. വിജയ് ദേവരക്കൊണ്ടയുടെ സഹോദരനായിട്ട് അഭിനയിച്ച സത്യദേവ് എന്ന് പറഞ്ഞ പുള്ളി വളരെ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ സിനിമയിലെ വില്ലൻ എന്ന് പറയുന്ന വെങ്കിടേഷ് വി പി എന്ന് പറയുന്ന പുള്ളിക്കാരൻ, മുരുകൻ എന്ന ക്യാരക്ടർ അഭിനയിച്ച ആ പുള്ളിയും വളരെ നല്ല കിഡിലൊരു റോളായിരുന്നു. പുള്ളിയുടെ വില്ലനിസം നല്ല രസമുണ്ടായിരുന്നു. പടം നല്ലപോലെ വർക്കൗട്ട് ആയിട്ടുണ്ടായിരുന്നില്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ സ്റ്റാർട്ടിങ് തുടക്കം പാസ്റ്റാണ് കാണിക്കുന്നത്. 1900-1930 ഒരു 1930s ആ റേഞ്ചിൽ ബ്രിട്ടീഷുകാർ വന്ന് ഒരു സമൂഹത്തെ ഫുള്ള് ഇതാക്കുന്നതും ഇന്ത്യയിലുള്ളവരെ അവർ ശ്രീലങ്കയിലോട്ട് കടക്കുന്നത് അങ്ങനത്തെ ഉള്ള കാര്യങ്ങളാണ്. അവർ പിന്നെ അവിടെ നിന്ന് പോകുമ്പോഴത്തേനും അവരുടെ രാജാവിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അവർ കുറച്ച് പേര് രക്ഷപ്പെട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അവരുടെ രാജാവ് അവിടെ വെച്ച് മരിക്കുകയുണ്ടായി. അതിനുശേഷം അവർ രാജാവിനെ വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. 70 വർഷങ്ങൾക്ക് ശേഷമാണ് പിന്നെ രാജാവ് തിരിച്ച് വരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു തീമും കാര്യങ്ങളൊക്കെയാണ്. അതേപോലെ തന്നെ വിജയ് ദേവരക്കൊണ്ടയുടെ അഭിനയം എനിക്ക് അങ്ങോട്ട് അത്ര അങ്ങ് രസിച്ചിട്ടുണ്ടായിരുന്നില്ല. കുറേ ഇമോഷണൽ സീൻസൊക്കെ ഉണ്ടായിരുന്നു. അത് പുള്ളിക്കാരൻ ചെയ്യുന്ന ആരോ ഒരാൾ പറയുന്നു അതുപോലെ റോബോട്ട് ചെയ്യുന്ന എങ്ങനെ അതേപോലെയാണ് എനിക്കൊരു റോബോട്ടിക് എലമെൻ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതെൻ്റെ പേഴ്സണൽ റിവ്യൂ ആണ്. അതേപോലെ തന്നെ നമ്മുടെ ഡയറക്ടർ ഇപ്പോൾ ഒരു കാര്യം പറയുന്നു, അത് അതേപോലെ ചെയ്യുന്നു. പോയി അവിടെ പോയി ഇരിക്കുക, ബ്രദറിൻ്റെ അടുത്ത് പോയി ഇരിക്കുക, ബ്രദറിൻ്റെ അടുത്ത് തോളിൽ ഇട്ടിരിക്കുക. പിന്നെ ഇതിലെ ഏറ്റവും വലിയ വിരോധാഭാസം എന്ന് പറയുന്നത്, എനിക്കറിയത്തില്ല ഏത് വീട്ടിലെ ബ്രദേഴ്സാണ് ഇങ്ങനെ നടക്കുന്നതെന്ന്. കെട്ടിപ്പിടിക്കുന്നു, അവർ ഭയങ്കര സ്നേഹത്തോടെ ഇങ്ങനെ നടക്കുന്നു. എനിക്കറിയത്തില്ല ഏത് കാലത്തെങ്കിലും ഇങ്ങനെ ബ്രദേഴ്സ് ഉണ്ടായിട്ടുണ്ടോ എന്ന്. അതായത് ഇത്രയ്ക്ക് ഭയങ്കര കെയറിങ്, ഓഫ് കോഴ്സ് കെയറിങ് കാണും, പക്ഷേ മോസ്റ്റ് ഓഫ് ദ ടൈം ബ്രദേഴ്സ് ഒരിക്കലും ഇങ്ങനെ ഷോ ഓഫ് ചെയ്യത്തില്ല. പക്ഷേ ഈ സിനിമയിൽ ഭയങ്കര പാസ് ഇറങ്ങി വയ്ക്കുകയാണ്. അതുപോലെ തന്നെ നീ എന്ത് എന്നെ കാണാൻ വരാത്തത്, നിനക്ക് വേണ്ടി ഞാൻ ഇത്ര നാൾ വെയിറ്റ് ചെയ്തു, ഇതൊക്കെയാണ് ബ്രദറിൻ്റെ കൂടെ പറയുന്നത്. എനിക്കറിയത്തില്ല ഇത് ഏത് ബ്രദറിൻ്റെ കൂടെ ഇങ്ങനെ പറയുമെന്ന് എനിക്കറിയത്തില്ല. സ്വന്തം ബ്രദേഴ്സ് ഒരിക്കലും ഇങ്ങനെ സംസാരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഈ സിനിമയ്ക്ക് സെക്കൻഡ് പാർട്ട് ഉണ്ടാവും. അത് കാണാൻ എന്തായാലും ഞാൻ പോകത്തില്ല. കാരണം ഇത് വെറുതെ ടൈം വേസ്റ്റിംഗ് ആണ്. അതായത് ടെക്നിക്കൽ സൈഡ് കുറേ എറേഴ്സ് ഉണ്ട്. അതായത് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഇതിൽ ദേവരക്കൊണ്ട തിരിച്ച് ഈ ശ്രീലങ്കയിലേക്ക് എത്തുന്ന സമയത്ത് ഒരു ഫസ്റ്റത്തെ ആ ഒരു ഇറങ്ങുന്ന ആ സമയത്ത് നമ്മുടെ സലാറിലൊക്കെ കാണത്തില്ലേ, അതേപോലെ അവൻ ഇങ്ങനെ ഇറങ്ങുന്ന ആ സമയത്താണെങ്കിൽ ഒരു സിറ്റുവേഷൻ ഉണ്ടാകുന്ന, ഒരു ഗർഭിണി അവിടെ പ്രസവിക്കുന്നു. അപ്പോൾ ആ സമയത്ത് നമ്മുടെ നായിക കൊച്ചിനെ എടുക്കുന്നുണ്ട്. അപ്പോൾ കൊച്ചിനെ പ്രസവം എടുക്കുന്ന നായികയാണ്. അപ്പോൾ പുള്ളിക്കാരി പ്രസവം എടുത്ത് പറഞ്ഞാൽ വലിയൊരു കൊച്ച്. എനിക്കറിയത്തില്ല ഇതെങ്ങനെ ആ കൊച്ച് അതിൻ്റെ ഇടയിൽ നിന്ന് വന്ന് വേറെ ഒട്ടും പ്രൊഫഷണൽസ് അല്ലാത്ത കൊച്ചും, അതേപോലെ തന്നെ ആ കൊച്ച് വയറിൽ നിന്ന് എടുത്തപ്പോൾ തന്നെ വലിയ കൊച്ചും, അതേപോലെ തന്നെ ആ കൊച്ചിന് എന്താണ് ബ്ലഡും കാര്യങ്ങളും വേണ്ട വിധത്തിൽ സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. ഒട്ടും ഒറിജിനാലിറ്റി തോന്നിയിട്ടില്ലായിരുന്നു. അപ്പോൾ അതിനുശേഷം പിന്നെ ആ കൊച്ചിനെ പിന്നെയും കുറേ പ്രാവശ്യം കാണിക്കുന്നുണ്ട്. ഓരോ പ്രാവശ്യം ഓരോ കൊച്ചിനെയാണ് കാണിക്കുന്നത്. ഓഡിയൻസിനെ ഇങ്ങനെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള കുറേ മോശം പിടിച്ച ഡയറക്ഷൻ, ആർട്ട് വർക്കും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട്. പിന്നെ മ്യൂസിക് പറയുകയാണെങ്കിൽ ഹേ അത് മാത്രം ഉണ്ടായിരുന്നു എനിക്ക് അത്യാവശ്യം കൊള്ളാമെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നത്. പിന്നെ പുള്ളിക്കാരൻ്റെ വേറെ നമ്മുടെ ബാഹുബലിയിൽ ഇതുണ്ടല്ലോ, യാരിവൻ ആ ഒരു സംഭവമൊക്കെ ഈ സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ആ സിനിമ ആ ഒരു മ്യൂസിക് അതിനനുസരിച്ച് എലവേറ്റ് ആയിട്ടുണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സിറ്റുവേഷൻ ഡിമാൻഡ് ചെയ്യാത്ത കുറേ കാര്യങ്ങളുണ്ടായിരുന്നു. കുറേ ഇവർക്ക്
എങ്ങനെയെങ്കിലും ഓഡിയൻസിനെ പിടിച്ചിരുത്തണം, ഒരു ബാഹുബലി രീതിയിൽ ഇറക്കണം എന്നൊക്കെ പറഞ്ഞ് പാടുപെട്ട് ഒരു പടം ഇറക്കിയ കണക്കുണ്ട്. ഒട്ടും വർക്കൗട്ടായിട്ടില്ല, ഒരു രീതിയിലും വർക്കൗട്ടായിട്ടുണ്ടായിരുന്നില്ല. റൈറ്റിങ്ങൊക്കെ ഭയങ്കര മോശമായിരുന്നു. കുറേ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള കുറേ ക്യാരക്ടേഴ്സും കാര്യങ്ങളും, ടെക്നിക്കൽ സൈഡും സിനിമാറ്റോഗ്രാഫിയൊക്കെ ഓക്കെയാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, ഇത് കണക്കുള്ള ചെറിയ ചെറിയ സംഭവങ്ങൾ അവിടെ ഇവിടെ ആയിട്ടുണ്ട്. ജസ്റ്റ് വൺ ടൈം വാച്ചബിളാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പൈസയും സമയവും ഉണ്ടെങ്കിൽ പോയി കാണാം. പിന്നെ അധികം നല്ല പടങ്ങൾ മാത്രം കാണുന്ന ഒരു പ്രേക്ഷകനാണെങ്കിൽ ഒരിക്കലും തല വെച്ച് കൊടുക്കരുതെന്ന് ഞാൻ പറയത്തുള്ളൂ. അത് വെർത്തല്ല. ഓൺലൈനിൽ വന്ന് നിങ്ങൾക്ക് ഓടിച്ചിട്ട് കാണാവുന്നതാണ്.